വാർത്തകൾ തുടരുന്നു. നോക്കാം ടോപ്പ് ഹെഡ്സ്. ജയിൽ ചാടിയ സൗമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദച്ചാമി പിടിയിൽ. പിടികൂടിയത് തളാപ്പിലെ ആളൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിൽ നിന്ന്. പുലർച്ചെ ജയിൽ ചാടിയ പ്രതിയെ പിടികൂടിയത് 10 മണിക്കൂറിന് ശേഷം. ഉണ്ടായത് ഗുരുതര സുരക്ഷാ വീഴ്ചയെന്ന് സമ്മതിച്ച് ജയിൽ മേധാവി. ജയിൽ ചാടിയത് അറിയാൻ വൈകിയെന്ന DGP. കണ്ണൂർ സെൻട്രൽ ജയിൽ അധികൃതർക്കെതിരെ നടപടി. 4 ഉദ്യോഗസ്ഥർക്ക് അന്വേഷണ വിധേയമായി സസ്പെൻഷൻ. ഗോവിന്ദച്ചാമിയെ പിടികൂടിയതിൽ ആശ്വാസമുണ്ടെന്ന് സൗമ്യയുടെ അമ്മ കേരള വിഷൻ ന്യൂസിനോട്. ഇത്തരക്കാർ പുറം ലോകം കണ്ടാൽ മറ്റ് പെൺകുട്ടികൾക്കും സൗമ്യയുടെ അവസ്ഥ വരുമെന്നും അമ്മ. പിടികൂടാൻ സഹായിച്ചവർക്ക് നന്ദി. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതിന് പിന്നിൽ പലരുടെയും സഹായം ലഭിച്ചിരിക്കാമെന്നും അമ്മ. അത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്, മനുഷ്യന് ഒരു ആശ്വാസമുള്ള കാര്യമാണ്. കാരണം ഇവനെ പോലുള്ള ഓരോരുത്തർ ജയിലിൽ ചാടിയെടുത്ത ഒരു അവസ്ഥ എന്താണ്? ഇവനെ ജയിലിൽ ചാടിയിട്ടുണ്ടെങ്കിൽ ഓരോ പെൺകുട്ടികളുടെയും ജീവിതം ഓർത്തിട്ട് ഞാൻ എത്ര നേരം തിന്നാണ്. ഇവൻ ജയിലിൽ ചാടി കഴിഞ്ഞാൽ എത്ര പെൺകുട്ടികളുടെ ജീവിതം നശിക്കും, എത്ര പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നുള്ളത്. എന്തായാലും ഇവനെ പിടിച്ച ആൾക്കാരോടാണ് ആദ്യം നന്ദി പറയാം. സംസ്ഥാനത്ത് ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മറ്റു ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റിന് സാധ്യത. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. സ്കൂൾ സമയമാറ്റത്തിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ സർക്കാർ വിളിച്ച ചർച്ച ഇന്ന്. സർക്കാർ നിലപാട് മതസംഘടനകളെ ബോധ്യപ്പെടുത്തും. ചർച്ച സമസ്ത അടക്കമുള്ള സംഘടനകളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് മതസംഘടനകൾക്ക് വഴങ്ങി സമയമാറ്റം ഒഴിവാക്കിയാൽ സമരമെന്ന് BJP. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക പരമ്പര വെളിപ്പെടുത്തലിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം അനിശ്ചിതത്വത്തിൽ. പ്രതിസന്ധിയായി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പിന്മാറ്റം. വ്യക്തിപരമായ കാരണങ്ങളാൽ ഒഴിവാക്കണമെന്ന ആവശ്യം. പ്രത്യേക സംഘം രൂപീകരിച്ച് 5ാം ദിനവും അന്വേഷണമില്ല. ജയിൽ ചാടിയ സൗമ്യ